തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാ. ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പൂക്കളിടണം, അതുപോലെ തന്നെ ഓണസദ്യ കഴിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വക ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പൂക്കളൊക്കെ റെഡിയാക്കി. നമ്മൾ കുറച്ച് പൂക്കളാണ് വാങ്ങിയത്. കുറച്ച് ചെട്ടി, ജമന്തി, അതുപോലെ തന്നെ മല്ലിക. പിന്നെ ഇവിടെ മറ്റ് പൂക്കളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടി ഇത്ര പൂക്കളേ ഉള്ളതിനും. പിന്നെ കുറേ പൂക്കളൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചു. ആദ്യം ഫോണിൽ നോക്കി ഉണ്ടായിരുന്നു കുറേ മോഡലൊക്കെ. പക്ഷെ നമുക്കത് റെഡി ആകാത്തതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പൂക്കളൊക്കെ ഇട്ടു. അപ്പം ഈ ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം കഴിച്ചുള്ള സെക്കൻഡ് ഓണമാണ്. ഒരുമിച്ചുള്ള ഓണം കൂടിയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ തവണ ഫസ്റ്റ് ഓണം എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഇത്തവണ അതിൻ്റെ ഒരു സ്പെഷ്യലുണ്ട്, നമ്മൾ ഒരുമിച്ചാണ്. പിന്നെ ആ ഒരു ടൈം നമുക്ക് വീട്ടിലോട്ടൊക്കെ വിളിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ടൈമില്ലായിരുന്നു, കാരണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സദ്യ നമ്മൾ ഓർഡർ ചെയ്തതാട്ടോ, വീട്ടിലുണ്ടാക്കിയതൊന്നുമല്ല. ഓണം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പൊതുവേ തുമ്പയൊക്കെ കുറവാണല്ലോ. എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട ബാക്കിലായിട്ട് വലിയൊരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് തുമ്പയൊക്കെ കിട്ടും. അപ്പം തുമ്പ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു മുല്ലുണ്ട്. നമ്മളതിനെ അമ്പലമുല്ല എന്നാണ് പറയുക. അപ്പം അതിൽ നിന്നാണ് നമ്മൾ തുമ്പയ്ക്ക് പകരം ആ പൂവാണ് ഇടുക. അതിൻ്റെ തണ്ട് വന്നിട്ട് ചുവപ്പാണ്. പിന്നെ നമ്മൾ വീട്ടിലോട്ടൊക്കെ വിളിച്ചു, വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നെ അവിടെ പൂക്കളിട്ടതും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായി ഓണാഘോഷിച്ചു. അടിപൊളി എന്നൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ബാക്കി പൂക്കളൊക്കെ റെഡിയാക്കി. പിന്നെ സൈഡിലായിട്ട് നമ്മൾ ഫോൺ വെച്ചു. നമ്മളിടുന്ന പൂക്കളൊക്കെ അവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് 2 ചേച്ചിമാരാട്ടോ ഉള്ളത്. അപ്പോൾ അവരുടെ മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ വീഡിയോ കോളിൽ വരും, ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും. അപ്പം ഇടയ്ക്ക് നമ്മൾ ഫോണിൽ നോക്കും, പൂക്കളിടും. അങ്ങനെ ഫൈനലി നമ്മൾ പൂവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒരു വീഡിയോയും കൂടി എടുത്തു കേട്ടോ. ഇതെന്തിനാണ് എടുത്തതെന്ന് പിന്നെ കേട്ടോ ഞാൻ ആലോചിച്ച്. അങ്ങനെ നമ്മളെ സദ്യ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമ്മുടെ സദ്യ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സദ്യ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. 2 തരം പായസമൊക്കെയാണ്. ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരുമിച്ചുള്ള ഫസ്റ്റാണല്ലേ? അങ്ങനെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സദ്യ നോക്കിയാലോ. സദ്യ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. പിന്നെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു മത്ത് പിടിക്കുന്ന പോലെ ആയിരിക്കും. ഭയങ്കര ഉറക്കം. പായസമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു വൈബാണ്. എനിക്കങ്ങനെ പായസം പൊതുവേ ഞാൻ കഴിക്കുന്ന ഒരാളല്ല, വല്ലപ്പോഴും കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. ലാസ്റ്റ് പപ്പടവും അതുപോലെ തന്നെ പഴവും എല്ലാം കൂടി കൂട്ടി അടിപൊളിയായിട്ട് പായസവും കഴിച്ചു. അപ്പോൾ ഈ ഒരു ഓണം വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടാ.